ചിത്രം കാണുവാൻ ആളില്ല എന്നും പിന്നെ ചിത്രത്തിന് ഒരു ദിവസം ഗ്രോസ് കളക്ഷൻ 10,000 രൂപയ്ക്ക് താഴെയൊക്കെ ആണെന്നും ഒക്കെ ഉള്ള കണക്കുകൾ പലതരത്തിലും പല കണക്കുകളും ഫേസ്ബുക്കിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. ഈ ആവനാഴി എന്ന ചിത്രം 1986 ഉണ്ടാക്കിയ ആ ഒരു കോലാഹലം, ആ ചിത്രം കാണാൻ തിയേറ്ററിൽ തള്ളിക്കയറിയവരുടെ ഒരു തിരക്ക് അന്ന് 1986 ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നു. 86 ഏറ്റവും മികച്ച ഒരു ചിത്രമായിരുന്നു ഈ ആവനാഴി എന്ന ചിത്രം. ആവനാഴി എന്ന ചിത്രം എത്രയോ പ്രാവശ്യം ഞാൻ കണ്ട ഒരു ചിത്രമാണ്. അതിലെ ഓരോ സീനും നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഐ.വി. ശശിയുടെ സിനിമയാകുമ്പോൾ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഓരോ ഫ്രെയിമിലും മാക്സിമം പോലീസുകാരും കൂടെ ആ ചിത്രത്തിൽ ആ ഒരു ഫ്രെയിമിലുണ്ടാവും. അത് ഐ.വി. ശശിയുടെ ഒരു വീക്ക്നെസ് ആണ്. അത്തരത്തിലുള്ള ഒരു ചിത്രമാണെങ്കിൽ പോലീസുകാരുടെ ഒരു വൻ പട തന്നെ ഓരോ ഫ്രെയിമിലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആവനാഴി എന്ന ചിത്രത്തിന്റെ അന്ന് 86 കളക്ഷനും ഇന്നത്തെ കളക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാര്യം 1986 ആവനാഴി ഒരു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ആ വർഷത്തെ. അതിലെ ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറയുന്ന കഥാപാത്രം ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഒരു പോലീസ് കഥാപാത്രമാണ്. അത് മമ്മൂട്ടിയുടെ ആ കഥാപാത്രം.